ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടും. അപ്പോൾ മുട്ടക്കറി തയ്യാറാക്കാൻ ഒരു കടായി ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഗ്രാമ്പൂ 3 എണ്ണം, ഏലക്ക 2 എണ്ണം, പട്ട 2 പീസ് അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഏലക്കയെല്ലാം ഒന്ന് പൊട്ടി വരും. ഇനി അതിന് ശേഷം അതിലോട്ട് സബോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ സബോളയാണ് എടുത്തത്. അതൊന്ന് ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്തി കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ഉള്ളി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഉള്ളിയെല്ലാം സോഫ്റ്റ് ആയി വന്നു. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇനി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരയ്ക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണം എല്ലാം ഒന്ന് പോയി. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയൂടെ ചേർക്കാം. ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിയത്. ചെറുത് ചേർത്തിയാൽ മാത്രം മതി. ഇതിലോട്ട് കൂടുതലായ ഒരു പുളിരസം വരും. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 4 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി തക്കാളി എല്ലാം നല്ല പോലെ ഉടഞ്ഞു വന്നു. ഇതുപോലെ ആവണം ചെയ്യുമ്പോൾ. ഇനി അതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 150 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിള വന്നു. ഈ ടൈമിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ തരി ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയൂടെ ഞാൻ ഈ ടൈമിൽ ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തത് ഈ ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കറി തിളച്ചു വന്നു. ഇനി അതിലോട്ട് പുഴുങ്ങി വെച്ച കോഴിമുട്ട ഇട്ട് കൊടുക്കുക. ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തത്. അതൊന്ന് 2 സൈഡും ഒന്ന് നല്ല പോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് വറ്റി വരട്ടെ. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പതുക്കെ ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ആയി കിട്ടി. ഇപ്പോൾ കറിയെല്ലാം വറ്റി വന്നു. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡി ആയി കിട്ടി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.